പാട്ട് തോട്ടുവഴിയുടെ വഴിപാടാകുന്ന കൊമ്പൻ പെരിങ്ങല്ലിപ്പുറത്ത് വാഴുന്ന ഭുവനേശ്വരിയുടെ നാമം പെരുമയോടെ മുഴക്കുവാൻ പോകുന്ന പോരാളി കടന്നു ചേർത്ത ഗജരാജ വിസ്മയം കടന്നു വരികയാണവൻ ഗജരാജ ശ്രേഷ്ഠൻ പനക്കൽ നന്ദൻ. ആഘോഷങ്ങൾക്ക് നിറച്ചാർത്തേകുവാൻ ആവേശത്തിന് തിലകം ചാർത്തുവാൻ സാരഥി അനീഷിന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ ആനയടി പൂരത്തിലേക്ക് കടന്നു വരുന്ന പനക്കൽ നന്ദനും കൂട്ടർക്കും സ്വാഗതം സുസ്വാഗതം. പിന്നിടുന്ന വീഥികളിലെമ്പാടും മുന്നേറ്റത്തിന്റെ കഥ പറയുവാനുള്ള വീര്യം ആവേശമായി മാറുമ്പോൾ കടന്നുവാൻ ഓണാട്ടുകറിയുടെ മണ്ണിൽ നിന്നും പടികടന്നു വന്നവൻ സിന്ദൂര കുലപതി കാണാവിള ശിവനാരായണൻ. വരികയാണ് ചട്ടക്കാരൻ. മുന്നിൽ അഴകിന്റെ വസന്തം തീർക്കുവാനിതാ സേതുലക്ഷ്മി സന്ദീപ് ലക്ഷ്മി ഭവനം താമരക്കുളത്തിന്റെ വഴിപാടായി ഒരു ചങ്ങനാശ്ശേരിക്കാരന്റെ വരവ്, മാടപ്പള്ളി ഭഗവതിയുടെ മാനസപുത്രന്റെ വരവ്, സുന്ദര കില്ലാടി പൂരം കൂടുവാൻ വരുന്നുണ്ട് മറ്റൊരാന സ്വന്തം. മണ്ണിൽ പിറന്ന വീരന്മാരിൽ മാതംഗ പെരുമയുടെ ഇല്ല പെരുമ തൊട്ടവൻ സുരേഷ് കുമാർ പടിപ്പുരക്കൽ കിഴക്ക് താമാക്കുളം സമർപ്പിക്കുന്ന പ്രിയ സാരഥി മാരാരിക്കുളം റജിയുടെ കയ്യും പിടിച്ചുകൊണ്ട് വീണ്ടും ഒരാനകടി പൂരം കൂടുവാൻ വരികയാണവൻ. ദേശനാഥനായ തിരുവൈക്കത്തപ്പന്റെ കൊടിയേറ്ററിയിപ്പുമായി തിരുവൈക്കം മുഴുവൻ നിറഞ്ഞു നിന്നവൻ. സന്ധ്യാവേലയുടെ സുദിനം മുതൽ വൈക്കത്തിന്റെ പെരുമയിൽ അണിചേർന്നവൻ. സർവാലങ്കാര വിഭൂഷിതനായ തിരുവൈക്കത്തപ്പനെ ശിരസിലേറ്റി തന്റെ പെരുമ ഗജരാജാക്കന്മാരിൽ തെക്കൻ കേരളം കാത്തു സൂക്ഷിക്കുന്ന വൈഡൂര്യം. മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ പിറവികൊണ്ട് മലയാളത്തം പഠിച്ച മാതംഗ കുലപതിമാരിൽ ലക്ഷണയുക്തൻ പൗലോസിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ തന്റെ ശരീരം കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ സർവാംഗ സുന്ദരൻ കടന്നു വരുന്നു. നാഗമാണിക്യം പുത്തൻകുളം കേശവൻ. ഇതാ തെക്കൻ കേരളത്തിൽ തെക്കൻ തട്ടകത്തിൽ ഗജപഥചലനം തീർക്കുവാൻ കടന്നു വരികയാണ് പുത്തൻകുളം കാവേരി പാർക്കിന്റെ ആനച്ചന്തം. ആന കേരളത്തിന് എന്നും എണ്ണമറ്റ സംഭാവനകൾ നൽകിയിട്ടുള്ള പുത്തൻകുളം ഷാഫിയത്തിന്റെ ഏറ്റവും മികച്ച നാട്ടാനച്ചന്തം കടന്നു വരികയാണവൻ. ചരിത്രവും വിശ്വാസവും കഥകൾ പറയുന്ന മണ്ണിലേക്കിതാ കുതിരസംഘം പാറ ജംഗ്ഷൻ ആനയടിയുടെ നായകൻ വരികയാണ്. അതെ, ഇവൻ പള്ളിവാളും പൊൻപട്ടും ധരിച്ചു വാഴുന്ന തിരുവാറാട്ടുകാവ് കാവിലമ്മയുടെ മാനസപുത്രൻ. അക്ഷരം തെറ്റാത്ത ആവേശം ഏതു മണ്ണിലും നിറയ്ക്കുന്ന തിരുവിതാംകൂറിന്റെ യുവരാജാവ്, യുവരാജകേസരി പത്മനാഭപ്രിയ ഗജപ്രജാപതി ആറ്റിങ്ങൽ കൊല്ലമ്പുഴ തിരുവാറാട്ടുകാവ് കാളിദാസൻ. അതെ, ആറ്റിങ്ങൽ കൊല്ലമ്പുഴ തിരുവാറാട്ടുകാവ് കാളിദാസൻ ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് വരികയാണ്. ഇനിയുള്ള നാളിലെല്ലാം ആവേശത്തിന്റെ ഗജഭേരിയുമായി തിരുവിതാംകൂറിന്റെ മണ്ണിൽ താൻ ഉണ്ടാകുമെന്ന് തെളിയിച്ചവൻ വരികയാണ്. തനിക്കായി പാഠകൾ ഒരുക്കുന്ന ധീരസാരഥി ശാർക്കര ബിജുവിന്റെ കൈയും പിടിച്ചുതാ കടന്നു വരികയാണവൻ. വംശപരമ്പരകളുടെ പരദേവതയായ തിരുവാറാട്ടുകാവിൽ അമ്മയുടെ വരമായി കിട്ടിയ ആൺകുട്ടി എണ്ണം പറഞ്ഞ അംഗങ്ങൾ എന്ന് മണിനിറന്നു നിൽക്കുന്ന തിരുവിതാംകൂറിന്റെ അഭിമാനതാരം. അതെ, ഈ മണ്ണിന്റെ മടിത്തട്ടിൽ ചരിത്രം രചിച്ചുകൊണ്ട് കുതിരസംഘം പാറ ജംഗ്ഷൻ ആനയടിയുടെ കൈയും പിടിച്ചുതാ വരികയാണവൻ. താരങ്ങൾ പലതും ആവേശം നിറഞ്ഞു നിൽക്കുന്ന തെക്കൻ മലയാളത്തിന്റെ വീരഗജരാജൻ, യുവരാജകേസരി പത്മനാഭപ്രിയ ഗജപ്രജാപതി തിരുവാറാട്ടുകാവ് കാളിദാസനും സാരഥിമാർക്കും ആനയടിയുടെ മണ്ണിലേക്ക് സ്വാഗതം.
അണിനിരക്കുന്ന ആനച്ചന്തങ്ങൾ ആവേശത്തിന്റെ കാഴ്ച വിസ്മയം സമ്മാനിക്കുന്ന ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് ഇതാ ഗുരുവായൂരപ്പന്റെ ഗജനറിയിൽ നിന്നും മറ്റൊരു സൗന്ദര്യ ശ്രീമാൻ കടന്നു വരികയാണ്. അതെ, അഴകിന്റെയും ഐശ്വര്യത്തിന്റെയും അനിതര സാധാരണ ഗജരൂപം ഗജകേസരി ഗുരുവായൂർ ദേവസ്വം ബാല്. ആഗ്രഹ സഫലീകരണത്തിന് അനുഗ്രഹ പുണ്യമായി ഭക്തമനസ് ഭഗവാന് സമർപ്പിക്കുന്ന മറ്റൊരു മാണിക്യം വേറിട്ട പൂരങ്ങൾക്ക് വന്നെത്തി പൂരപ്രേമികളുടെ ഹരമായി മാറിയ ഗജകേസരി ഗുരുവായൂർ ദേവസ്വം ബാലുവിനും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. അതെ, ഈ പുണ്യഭൂമിയിലേക്ക് വരുന്നു നാട്ടുകരയുടെ പൂരഭൂമിയിൽ വളരുന്ന ഭാവിയുടെ വാഗ്ദാനം ഗജരാജകുമാരൻ ശനീശ്വരപ്രിയൻ മുതുകുളം കൊച്ചു ഗുരുവായൂർ ഗോവിന്ദൻ. ഇടം വലം തന്നെ വഴി നടത്തുന്ന മിടുക്കന്മാരായ സാരഥിമാർ തുറവൂർ പ്രശാന്തിന്റെയും വിഷ്ണുപുരം മുരുകന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ പൂരം കൂടുവാൻ കടന്നു വരുന്നു യുവനായകൻ. കൊപ്പും കുറവയുമായി സ്വീകരിച്ച വവ്വാക്കാവിന്റെ മണ്ണിൽ നിന്നും ഗന്ധർവന്റെ നാട്ടിലേക്ക് കടന്നു വന്നവൻ. കരുത്തുറ്റ കൗമാരത്തിന്റെ കനകകാന്തിയിൽ അഴകത്താൻപരപ്പായി രംഗപ്രവേശം ചെയ്തവൻ. ശ്രീരംഗരാജനായ ഭഗവാന്റെ ശ്രീത്വം വിളങ്ങുന്ന നാമധേയവും ചൂടി കടന്നു വരികയാണവൻ. സാക്ഷാൽ ശനീശ്വരപ്രിയൻ മുതുകുളം കൊച്ചു ഗുരുവായൂർ രചിച്ച മഹാകവിയുടെ നാമധാരിയായി കടന്നു വരുന്നു അവനും. അകത്ത് കാളിയമ്മയെങ്കിൽ പുറത്തി ദാസനുണ്ടെന്ന് ഓണാട്ടുകരയിൽ നിന്നും കാണിച്ചു കൊടുത്തവൻ ഇവൻ. വടക്കുംതല പനയന്നാർ കാവിലമ്മയുടെ പൊന്നുപുത്രൻ വിശ്വവീര ചക്രവർത്തി പനയന്നാർ കാവ് കാളിദാസൻ. യുവജന സമിതി കുതിര ചാടിക്കും വിളയിത ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് കൊണ്ടുവരികയാണവനെ. മറുനാട്ടിൽ പിറന്ന മലയാള നാട്ടിലെത്തി മഹിമകൾ അകമ്പടിയാക്കി വളർന്ന വീരനായകൻ. കാലത്തിന്റെ ഇടനാഴിയിൽ ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കാത്ത ചങ്കൂറ്റം കൊണ്ട് ചരിത്രം കുറിച്ചിട്ടവൻ. പോരാട്ടത്തിന്റെ വേദികൾ തനിക്ക് പുതുമയല്ലെന്നും നേടാൻ ഉറച്ചു ചുവട് വച്ചാൽ നേടിയെടുത്തേ മടങ്ങൂ എന്നും വാശിയുള്ളവൻ. അതെ, ആഘോഷത്തിന്റെ പുതിയ പൂരക്കാലം കടന്നു വരുമ്പോൾ അനന്തപുരിയുടെ വീറും വാശിയും എന്തെന്ന് കാണിക്കുവാൻ നെഞ്ചും വിരിച്ചു കടന്നു വരികയാണവൻ. യുവജന സമിതി കുതിര ചാടിക്കും വിളയുടെ നായകൻ. ആലത്തൂർ അസുരന്റെ കയ്യും പിടിച്ച് ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് ആലത്തൂർ അഫ്സലിന്റെ കയ്യും പിടിച്ചു വരുന്നു ആനന്ദ ഭൈരവനാഥപ്രിയൻ വേണാട് ആദികേശവൻ. കേരളത്തിന്റെ സത്യസുന്ദരങ്ങളിൽ അഴകിന്റെ നേർരൂപമായി നിറനിറയുന്ന മഴവിൽ കാവടിയിത ആയിരങ്ങളിൽ ആയിരങ്ങളിൽ ഒരുവൻ മാത്രമായ അഴകിന്റെ മഴവിൽ കാവടിയിത അവതരിക്കുന്നു കൂട്ടരെ. തോമയിൽ കൂട്ടത്തിന്റെ നായകൻ സാക്ഷാൽ സഖ്യസുന്ദര ഗന്ധർവൻ കളഭകേസരി ഈരാറ്റുപേട്ട അയ്യപ്പൻ. കാത്തിരിക്കുന്ന ജനസാഗരത്തെ ആവേശത്തിൽ ചേർത്തു നിർത്തിക്കൊണ്ട് തോമയിൽ കൂട്ടത്തിനൊപ്പം ആനയടി പൂരം കൂടുവാൻ കടന്നു വരികയാണവൻ. ലക്ഷണ തികവുകളുടെയും സ്വഭാവ മഹിമകളുടെയും അവസാന വാക്കായ ഐശ്വര്യ ശ്രീമാൻ സാക്ഷാൽ ഗജരാജഗന്ധർവന് ശേഷം അക്ഷര നഗരിയിൽ നിന്നും പാറമേ കാവിലമ്മയെ രാത്രി പൂരത്തിന് എഴുന്നള്ളിച്ച പൂരനായകൻ. വടക്കും നാഥന്റെ പൂരഭൂമിയിൽ പകരക്കാരനല്ല തമരക്കാരനായി നിറഞ്ഞു നിന്നവൻ. തുടക്കക്കാരന്റെ അങ്കലാപ്പൊന്നുമില്ലാതെ മിടുക്കനായി പൂരങ്ങൾ നയിച്ച ചരിത്രമുള്ളവൻ. പുലിയന്നൂരപ്പനെ എന്ന് മകതാരിൽ പ്രണമിക്കുന്നവൻ. മള്ളിയൂർ മഹാഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുന്നവൻ. ഏറ്റുമാനൂർ ദേവർക്ക് ഏറെ ഇഷ്ടമുള്ള നാട്ടാനച്ചന്തം തിരുവൈക്കത്തപ്പന്റെ നന്ദിവാഹനം. വേദപുരാധീശ ഭൂമിയിലെ വാരണേന്ദ്രജാലം. അതേ, കൈവന്ന നിയോഗങ്ങളുടെ സൗഭാഗ്യതയിൽ ആനയടിയിലേക്ക് വരികയാണവൻ. ഏറ്റവും ഒടുവിലെ അഷ്ടമിക്കും ഏറ്റവും മികച്ച പ്രൗഢിയിൽ തിരുവൈക്കത്തപ്പന്റെ ദിനംപേറ്റിയ കുമ്പനാണ്. പുത്രവാത്സല്യം ചൂടുന്ന നല്ലച്ഛനായ തിരുവൈക്കത്തപ്പനെ ശിരസിലേറ്റി അഷ്ടമി പെരുമ നയിച്ചവൻ. ചോറ്റാനിക്കര രാജരാജേശ്വരിയുടെ തങ്കപ്പൊന്നിരമ്പ് തങ്കമസ്തമത്തിൽ ഉറപ്പിച്ചു വെച്ചവൻ. ഋഷിനാഗകുളത്തപ്പന്റെ മുടങ്ങാതെ കൂടുന്ന നാടൻ കൊമ്പനാണ്.
നിറയുവത്തം ശാന്തതയുടെ വേലിക്കെട്ടുകൾക്കിടയിൽ നിന്നും യോഗ്യതയുടെ സിംഹാസനങ്ങളിലേക്ക് കുതിക്കുന്നവൻ. എണ്ണം പറഞ്ഞവർക്ക് മാത്രം എന്നും സ്ഥാനം ലഭിക്കുന്ന തേക്കിൻകാട്ടിൽ തെക്കിന്റെ രാജദൂതമായി കടന്നു ചെന്ന കൊല്ലം നാട്ടുകാരൻ. തെക്കൻ നാട്ടിൽ നിന്നാലും വടക്കൻ നാട്ടിലേക്ക് ചെന്നാലും ആരാധകർ ഏറെയേറെ കാത്തിരിക്കുന്ന വിഷ്ണു. ഉത്സവ മലയാളത്തിന്റെ പുത്തൻ പ്രതീക്ഷകൾക്ക് അർത്ഥം നൽകുന്ന താരസൂര്യൻ, തെക്കിന്റെ യുവരാജ പ്രജാപതി പരിമളം വിഷ്ണു. നായകൻ ഗജപത്മരാജ വിരാടിയാർ താമരക്കുടി വിജയൻ. മാതംഗ ജന്മങ്ങൾ നിറഞ്ഞു നിന്ന മയ്യനാടിന്റെ ഇന്നത്തെ മഹനീയ താരകവും വരികയാണ്. മയ്യനാടിന്റെ മണ്ണിൽ നിന്നും ആഘോഷങ്ങളെ സ്വീകരിച്ച വടക്കുംനാഥന്റെ മണ്ണിൽ ആരവങ്ങൾ ഉയർത്തി കടന്നു വരികയാണ്. താരങ്ങളെ ഊട്ടി വളർത്തിയ തൃശൂരിന്റെ മണ്ണിൽ തങ്കത്തിളക്കത്തിന്റെ പൊൻപ്രഭ നിറയ്ക്കുവാൻ വരികയാണ്. വടക്കൻ മണ്ണിൽ ജനിച്ച് മലയാള ഭൂമിയിലെത്തി പൂരങ്ങളുടെ പ്രൗഢികാത്തവൻ ഇതാ വന്നു ചേരുകയാണ്. മയ്യനാടിന്റെ നാമം ഇന്നാന കേരളത്തിൽ മുഴക്കുന്ന ചക്രവർത്തി ഗജരാജ മാണിക്യ കുലപതി മയ്യനാട് അരുണിമ പാർത്ഥസാരഥി വരികയാണ്. ആമ്പാടിയിൽ ഇന്നൊരു കരിവീര തേജസ്. അതെ, ആമ്പാടിയുടെ വീരനായകൻ ഇതാ ആനയടി പൂര പെരുമയിലേക്ക് വരികയാണ്. ആമ്പാടി മഹാദേവൻ വരികയാണ്. ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് വന്നു ചേരുന്നു. പ്രിയ സാരഥിമാരുടെ കയ്യം പിടിച്ച് ആണുങ്ങളിൽ ആണുങ്ങൾ പിറന്ന വടക്കൻ കാടിന്റെ മടിത്തട്ടിൽ നിന്നും ചെറുപ്രായത്തിന്റെ ചോരത്തിളപ്പുമായി മലയാള മണ്ണിലേക്ക് എത്തിയവൻ ആമ്പാടി മഹാദേവനും സാരഥിമാർക്കും ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം. ഉണ്ണിമങ്ങാടിന്റെ മടിത്തട്ടിൽ നിന്നും ഉണ്ണിയായി പിറന്നൊരു കരിവീര തേജസ് കുളമാക്കിൽ തറവാട്ടിൽ നിന്നും വരികയാണ് ഒരു കരിവീര തേജസ്. അതെ, കുളമാക്കിൽ പാർത്ഥസാരഥിയോടൊപ്പം അരങ്ങ് വാഴുന്ന കരിവീര തേജസ് കുളമാക്കിൽ ഗണേശൻ വരികയാണ്. തന്റെ വീഥികളിൽ എന്നും കാവലായിട്ടുള്ള സാരഥി വയനാടൻ കുഞ്ഞുമോന്റെ കയ്യും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. മാധവൻകുട്ടിയുടെ വരവ്. ആമ്പാടിയിൽ നിന്നും വരികയാണ് മാധവൻകുട്ടി. ഗജരാജ പെരുമ നിറയും ആനയടി പൂര പെരുമയിലേക്ക് ഇതാ ആമ്പാടിയുടെ മടിത്തട്ടിൽ നിന്നും കോടി കോടി അഴകുമായി പൂരപ്പറമ്പുകൾ സ്വീകരിച്ച ആമ്പാടി മാധവൻകുട്ടിക്കും സ്വാഗതം. ഉത്സവാഘോഷത്തിന്റെ ആവേശം ഒരു നാടിനെ ഒന്നാകെ പരകോടിയിൽ എത്തിച്ചു നിർത്തുമ്പോൾ ഇനി ഇതാ വീരപ്രതാപിയായി വരികയാണ് ഒരുവൻ. അക്ഷരനഗരിയുടെ ആൺപറന്നവൻ ഗജശ്രേഷ്ഠൻ ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ. ഇതാ തന്റെ പ്രിയ സാരഥിമാർ മുപ്പത്തടം സാലിയുടെ കൊല്ലം ശ്രീലാലിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വരികയാണവൻ. വടക്കൻ മഴക്കാത്ത കില്ലാടി ഇളംവള്ളൂർ കൊച്ചു ഗണേശൻ. ഗജരാജകുമാരൻ ഉണ്ണിയപ്പത്തിന് പ്രിയമേറുന്ന നാട്ടിൽ ഉണ്ണി ഗണപതി വാഴുന്ന മണ്ണിൽ സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ചു വാഴുന്നവൻ കൊട്ടാരക്കരയുടെ മാനസപുത്രൻ മന്ത്രികുമാരൻ യുവരാജാവ് കീഴൂട്ട് ശ്രീകണ്ഠൻ. അതെ, ഭക്തപ്രഹ്ലാദൻ വഞ്ചുമുക്കിന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ ആനയടിയിൽ പുതു ചരിത്രം രചിക്കുവാൻ വരികയെന്ന പ്രൗഢിയുടെ പുറപ്പാട് തെളിയിച്ചവന്റെ വരവ്. ആണത്തം വാക്കിലല്ല വാക്കു തെറ്റാത്ത കാന്തിയിലാണെന്ന് കാണിച്ചു കൊടുത്തവന്റെ വരവ്. ഭക്തപ്രഹ്ലാദ വഞ്ചിമുക്കിന്റെ നായകൻ ഗജകുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠ. നിനക്കും നിന്റെ സാരഥി മാർഗം ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം. അതെ, ആനകളിൽ അഴകേഴുന്ന
വീരന്മാർ പിറന്ന മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തെക്കൻ തട്ടകം ഭരിക്കാൻ പിറവികൊണ്ടവനും വരുന്നു. ഒട്ടും മടിക്കാത്ത നെഞ്ചോട് ചേർത്ത് മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന്റെ കുട്ടിയാന യുവരാജകുമാരൻ മീനാട് കേശു. കാലം കടക്കുന്തോറും കീർത്തിയും കൂടെ കൂട്ടി കരിവീര കേരളത്തിന്റെ അഭിമാനമാകുവാൻ ഒരുങ്ങുന്നു. രണ്ട് രാജശേഖരന്മാർ രാജാധിരാജനായ ആനയടി തമ്പുരാൻ അകമ്പടിയായി വരികയാണ്. ആവേശവും ആരവങ്ങളും മാറി മാറി ഉയർത്തുവാൻ ഈ നാടിന്റെ മനസ്സൊരുങ്ങി നിൽക്കുമ്പോൾ പേരും പെരുമയും നിറഞ്ഞ ഭൂതക്കുളം നാടിന്റെ ഗജസൈന്യാധിപൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവള രാജശേഖരനും ചുരൂർമഠം നാടിന്റെ മണ്ണിൽ നിന്നും വരുന്നു. ചുരൂർമഠം രാജശേഖരനും വെളിയം രാജുവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പൂരങ്ങളെ നെഞ്ചോട് ചേർത്ത് ആന കേരളത്തിൽ ഉത്തമ സ്ഥാനം നേടിയവൻ. പൂരങ്ങളുടെ പൂരത്തിന് പേരും പെരുമയും പകർന്ന് ഇത്തവണയും തിരുവമ്പാടിക്കായി എഴുന്നള്ളി നിന്ന കൂട്ടാന പൂരനഗരിയുടെ പതിവുകാരനായ തെക്കൻ തമ്പുരാൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവിള രാജശേഖരൻ. കൂടെയുണ്ട് ഭഗവാൻ ഇടം കൂട്ടായി ഗജമഹിമ കൊണ്ടും ചരിത്ര പെരുമ കൊണ്ടും നേടിയെടുത്ത തിരുവല്ലയുടെ താരത്തമ്പുരാൻ സാരഥി തെന്നണ ബിജുവിന്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ആനയടി പൂരം കൂടുവാൻ വന്നു ചേരുന്നു. കന്നഡ നാടിന്റെ സൗന്ദര്യ മഹിമയും പേറി തുലാമഴ പെയ്യുന്ന മലയാള പെരുമയിൽ കാലുകുത്തിയവൻ മീനച്ചിലാറിന്റെ തീരത്തു നിന്നും മാതംഗ പെരുമയുടെ ഈറ്റില്ലമായ തിരുവല്ലയിലേക്ക് ചേക്കേറിയവൻ കളഭം തൊടുവിട്ട് സ്വീകരിച്ച ശ്രീ വല്ലഭേശ്വരന് അഴകിന്റെ പൂർണ്ണതകളെ തിരികെ സമ്മാനിച്ചവൻ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചുരൂർമഠം രാജശേഖരൻ. രാജൻ രാജാതിരാജൻ പാമ്പാടി രാജൻ ഒരുങ്ങി നിൽക്കുന്ന ജനസാഗരമേ, അസ്തമ സൂര്യന് കീഴെ കതിർവില്ലഴകൻ അവതരിക്കുന്നു. ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തിനായി ഗജരാജ സൂര്യൻ ഉദിക്കുന്നു. ഇനി വിശ്വവീര സുന്ദരന്റെ രംഗപ്രവേശം, പെരുമാളിന്റെ പൂരപ്രവേശം വരുന്നുണ്ട്. പെരുമാൾ ആന കേരളത്തിന്റെ പെരുമാൾ ഗജരാജ ലക്ഷണ പെരുമാൾ നവലോക സുന്ദര ഛത്രാധിപതി പാമ്പാടി രാജൻ. രാജന്റെ രാജസൂയം രാജരാജ ഗന്ധർവന്റെ രാജസൂയം. ഐക്യത്തേക്ക് വന്നാൽ ഇവനെന്നും വശ്യസുന്ദരൻ, തിരുനക്കരയുടെ തികവിൽ ഇവനെന്നും താരസൂര്യൻ, ഇത്തിത്താനത്ത് ഇവനെന്നും ഇഭകുലനാട്ടരജൻ, തൃപ്പൂണിത്തുറയിലെത്തിയാൽ ഇവൻ തികവിന്റെ പര്യായം, പൂരനഗരിയിൽ പൂരമലയാളത്തിന്റെ വീരപ്പെരുമാൾ, ആരും കൊതിക്കുന്ന അഴകിന്റെയും ആരെയും മയക്കുന്ന മികവിന്റെയും ആനസ്വരൂപം ഇതാ സാക്ഷാൽ ഭൂലോക ഉത്തുംഗ ശൃംഖരാജൻ വൈകുണ്ഠേശ്വര പ്രിയ സൂര്യനാഥേഷ് നവലോക സുന്ദര ഛത്രാധിപതി പാമ്പാടി രാജ നിനക്കൊന്നിന്റെ സാരഥിമാർഗം ആനയടി ഗുരുവായൂർ വാഴുന്ന നാരായണന്റെ പൊന്നുണ്ണി വരികയാണ്. അഴകിന്റെ പെരുമാളിനോടൊപ്പം അവതാര പിറവികളായ യുവരാജാക്കന്മാർക്കൊപ്പം ആന കേരളത്തിന്റെ ഐശ്വര്യ ശ്രീമാൻ ചന്ദ്രശോഭ തോൽക്കുന്ന ഇന്ദ്രനീലം നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ.
ആനയടി പൂരത്തിന്റെ ആരവം നിറയുമ്പോൾ വരികയാണ് തെക്കിന്റെ പൂരപ്പറമ്പുകൾ കണ്ണു നിറയെ കാണുവാൻ കൊതിക്കുന്ന പട്ടാമ്പിയുടെ ആനച്ചന്തം. ചിട്ടകൾക്ക് ചിട്ടയും ചന്തത്തിന് നാടൻ സൗന്ദര്യവും മുതൽ കൂട്ടാക്കിയവൻ. കരിമ്പലകൾ കാറ്റിനോട് കഥ പറയുന്ന പട്ടാമ്പി നാടിന്റെ പത്തരമാറ്റുള്ള കൊമ്പൻ, മലബാറിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും മാനസപുത്രൻ ഗോജരാജൻ പട്ടാമ്പി മണികണ്ഠൻ. ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ മാനത്തഴകി ചാർത്തുമ്പോൾ അഴകിൽ കരിവീരന്മാർ അണിഞ്ഞൊരുങ്ങുന്ന ആനയടി തേവരെ തൊഴുത് ആനയടി പെരുമാളിനോട് അനുവാദവും വാങ്ങി വരുന്നുണ്ട് പ്രജാപതി. അയോധ്യ സംഗമം ആനയടി ഇറക്കുന്ന ആവേശ പ്രജാപതി. ആരവങ്ങളിൽ സൂര്യപ്രതാപിയായ ധീര പ്രജാപതി കേസരി മാതംഗ മാണിക്യം പുതുപ്പള്ളി സാധു. കാലത്തിന്റെ ആവേശം കരുത്തിനെ സാക്ഷിയാക്കി ഒരുങ്ങി നിൽക്കുന്ന നേരത്തിത താരങ്ങളിലെ താരമാക്കി വഴി നടക്കുന്ന സാരഥിമാർ മണിമല ബിനുവിന്റെയും കുരുത്തി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് സാധു. കാടേറിയതും കാടിറങ്ങിയതും ജീവിതരേഖയിലെ ചരിത്രമാക്കിയ സാധു. നാടും നാട്ടിലെ പൂരങ്ങളും മാടി വിളിച്ചാൽ കാട്ടിലെ കൂട്ടെന്നും തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ സാധു. നാട്ടിൽ കാത്തിരിക്കുന്ന നല്ല നാളുകൾക്ക് മുന്നിലേക്ക് നട്ടെല്ല് വളയ്ക്കാതെ നിൽക്കുവാൻ വരികയാണ് സാധു. കൊട്ടാരങ്ങൾ കെട്ടിവാഴുന്ന തമ്പുരാക്കന്മാർ വരെ പോരാട്ടത്തിൽ കൈകൂപ്പുന്ന പുതുപ്പള്ളിയുടെ സാധു ഇതാ വരികയാണ്. ഈ മണ്ണിന്റെ ആഘോഷം കൂടുവാൻ കരുത്തുറ്റ കോട്ടയത്തിന്റെ മികവുറ്റ കൊമ്പൻ അങ്ങ് വടക്കൻ മടിത്തട്ടിലെ ആരവ മർമ്മരങ്ങൾക്കിടയിൽ ആഘോഷത്തിന്റെ പ്രതാപിയാകുവാൻ പിറവികൊണ്ടവൻ. ഭീമനോടൊന്നിച്ചു വാഴുവാൻ ഭീതിയില്ലാതെ പടനയിക്കുവാൻ പുതുപ്പള്ളി പുണ്യാളന്റെ മണ്ണിൽ അവതരിച്ചവൻ. അക്ഷരമഗ്നിയുടെ ഉഗ്രകവാടം കിടന്ന് രുദ്രയായി വാഴുന്ന ഉത്രാളിയിൽ വലം കൂട്ടിന്റെ പ്രൗഢി കാണിച്ചവൻ വരികയാണ്. ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. പഴമകളുടെ കാലമല്ലെന്നും പുതുമകളുടെ വീരൻ കാപ്പാലപ്പറമ്പിൽ ഉണ്ടെന്നും തെളിയിച്ച് പൂരമലയാളം അടക്കിപാടുന്ന നായകനിത വരികയാണ് മക്കളെ. നേർവഴി തെളിക്കാനും നേരുള്ള പോരാട്ടം കാണിക്കുവാനും കാലങ്ങളേറെയായി പഠിപ്പിച്ച സാരഥി മണിമല ബിനുവിന്റെയും കുരുത്തി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ് മക്കളെ. ഈ പരാജ മലയാളത്തിന്റെ ഇതിഹാസ സൂര്യ ആനയടിയുടെ യുവരാജാവ്, യുവരാജ ക്ഷത്രിയൻ, കാലകാപ്യ ഗജപതി, ഗജയുവരാജൻ, പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി ബാലൻ. ിലെ താരസൂര്യനായ ധീര യുവത്വമിത ഛത്രപതിയുടെ കയ്യും പിടിച്ച് ആനയടിയുടെ വിരിമാറിലേക്ക് വരികയാണ്. ഇവൻ ആയിരങ്ങളിൽ ഒരുവന് മാത്രമുള്ള ആവേശം. തെക്കൻ കൊല്ലത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ഉന്നത ശ്രേണിയുടെ ഉത്തമ രാജകീയതയിലേക്ക് വലതുകാൽ വെച്ചുവന്ന യുവരാജാവ്, ഐശ്വര്യമെന്ന വാക്കിന് ആനസ്വരൂപം കൊണ്ട് മറുപടി പറഞ്ഞ വീരകുമാരൻ, തെക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ വശ്യമായ സൗന്ദര്യത്തിന്റെ ആവിർഭാവം കൂടി ആൺകുട്ടി, ചരിത്രം പള്ളികൊള്ളുന്ന മലയാളക്കരയിലേക്ക് ചുവടുവെച്ച് വന്ന് പിൽക്കാലം തനിക്കായി ഒരുക്കിയ ആൺകുട്ടി. കർശനമായ ഒരു അറിയിപ്പുള്ളത്, മുകളിലൂടെ നിയന്ത്രിക്കുന്ന ഡ്രോൺ അത് കൈകാര്യം ചെയ്യുന്നവർ എത്രയും വേഗം അത് അവസാനിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശമാണ്. മുകളിലൂടെ പറത്തുന്ന ഡ്രോൺ അത് സംവിധാനം ചെയ്യുന്നവർ, അതിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് അത് എത്രയും വേഗം നിർത്തണമെന്ന് അറിയിക്കുന്നു.
ചരിത്രം പള്ളികൊള്ളുന്ന മലയാളക്കരയിലേക്ക് ചുവടുവെച്ചുവെന്ന് പിൽക്കാലം തനിക്കായി ഒരുക്കിയ ആൺകുട്ടി വരുന്നു. താരങ്ങൾ മാത്രം അണിനിരക്കുന്ന പൂരങ്ങളിൽ താരപ്രഭയുടെ അവസാന വാക്ക്. പെരുമയാർന്ന ഇടനീളത്തിന്റെ പെരുമയിൽ അരങ്ങ് നിറച്ച് എഴുന്നേൽ അതെ, വളരുന്ന പ്രായത്തിൽ വജ്രായുധമാക്കി മാറ്റുവാൻ കാരക്കോലും എടുത്തു വന്ന യുവചട്ടക്കാരൻ ആന കേരളത്തിന്റെ സ്വന്തം ബാമ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് പെരുമാളിന്റെ മണ്ണിലേക്ക് വരികയാണവൻ. ശ്രീ സുബ്രഹ്മണ്യന്റെ വയലിക്കോൽ തിരുമുദ്ര കണ്ഠാപരമായി ചൂടി വരികയാണ് ആൺകുട്ടി. തെക്കൻ കൊല്ലത്തിന്റെ മടിത്തട്ടിൽ നിന്നും ഉന്നത ശ്രേണിയുടെ രാജകീയതയിലേക്ക് വലതുകാൽ വച്ചുവന്ന യുവരാജാവ്. ഐശ്വര്യമെന്ന വാക്കിൽ ആനസ്വരൂപം കൊണ്ട് മറുപടി കൊടുത്ത വീരകുമാരൻ. തെക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ വശ്യമായ സൗന്ദര്യത്തിന്റെ ആവിർഭാവം കൂടിയ ആനക്കേരൻ വിഭജന ചേകവർ. ശ്രീകണ്ഠനും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. കുന്നോളം ആവേശമായി ഒരു നാട് കാത്തിരിക്കുന്ന മഹോത്സവത്തിന് എഴുന്നള്ളി നിൽക്കുവാൻ ഇനി ഇതാ നരഹരിയുടെ നാട്ടുരാജാവ്. അതെ, ഇതാ വരികയാണവൻ. ആരവങ്ങൾ തന്റെ വരവിനെ ശീലമാക്കി പട നയിക്കുവാൻ നരഹരി കൊണ്ടുവരുന്നു. ഇവൻ തൃക്കടവൂരിന്റെയും തിരുവനന്തപുരത്തിന്റെയും തെക്കൻ മലയാളത്തിന്റെ മണ്ണിൽ നിന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത വേദികൾ കീഴടക്കിയ പടനായകൻ. കാലകാലേശ്വരന്റെ കണ്ണിലുണ്ണിയായ കടവൂരിൽ വാഴുന്ന പടനായകൻ. സാക്ഷാൽ തെക്കിന്റെ ദേവർ, ഏകശേഖ്യ ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു. കാത്തുകാത്തിരുന്ന ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയേറ്റിക്കുവാൻ കളിക്കൂട്ടുകാരനായ പ്രിയ സാരഥി തകിടിയിൽ മനോജിന്റെ കയ്യും പിടിച്ചവതരിക്കുന്നു. കൂട്ടരെ അഴകിന്റെ കടവൂരാൻ അയ്യനയ്യപ്പ സ്വാമിയുടെ പൊന്നു പൂങ്കാവനത്തിൽ മിന്നും താരപ്രഭയോടെ പിറവി കൊണ്ട തൃക്കടവൂരാൻ. തെക്കൻ കൊടുങ്കാറ്റ് വീശും പോലെ തെക്കും വടക്കും തന്റെ പ്രതാപ ശൗര്യം തീർത്ത കടവൂരാൻ. അരങ്ങിൽ താരമാകുവാൻ അണിയറയിൽ ആദ്യാക്ഷരങ്ങൾ പഠിച്ചഴകേറുന്ന തൃക്കടവൂരാൻ. അതെ, കാലകാല കോവിലിൽ കാന്തിയോടെ വാഴുന്ന കൈലാസേശ്വരന് മകനായി തൃക്കടവൂരിൽ കാലുകുത്തിയ കലിയുഗ പുണ്യം. കാതിരവനെ കാത്തിരുന്ന മണ്ണിലേക്ക് കാത്തിരുന്നതിനെ കൈപിടിയിലാക്കിയ നരഹരിയുടെ നായകൻ. അതെ, വരികയാണ്. ആനയടി എന്നും തന്റെ രാജതട്ടകം തന്നെ നടിവരികിട്ട് തെളിയിച്ചുകൊണ്ട് അഴകിന്റെ ദേവർ വരികയാണ്. സാക്ഷാൽ തെക്കിന്റെ ദേവർ ഗജരാജ മണ്ണാടിയാർ തൃക്കടവൂർ ശിവരാജ്. ചെറിയൊരു വടിയുടെ ബലത്തിൽ ചെറുബാല്യം മുതൽ വഴി നടത്തുന്ന സാരഥി പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണപിള്ളയുടെയും ഉറ്റതോരനായി അന്നും ഇന്നും കൂടെയുള്ള തകടിയിൽ മനോജിന്റെയും കൈകൾ പിടിച്ചിത അവതരിക്കുന്നു തെക്കിന്റെ ദേവർ. പ്രായം 18 തികഞ്ഞപ്പോൾ തന്നെ പ്രൗഢിയും പത്തരമാറ്റും തെളിയിച്ച ദേവർ. ചെറുബാല്യം മുതൽ ബാലവേലായുധന്റെ വാൽപിടിക്ക് പതിവായി എത്തുന്ന ദേവർ. യൗവന കുതിപ്പിനെ പകിട്ടേകുവാൻ അന്നദാന പ്രഭുവിന്റെ തങ്കത്തിടം പേറ്റിയ ദേവർ. തർക്കമില്ലാത്ത ആവേശവുമായി തെക്കുകിടന്ന പൂരങ്ങളുടെ പൂരം കൂടിയ ദേവർ. ആറാട്ടുപുണിയുടെ പ്രൗഢി ആവോളം ആസ്വദിച്ച അഴകിന്റെ ദേവർ. അനന്തപുരിയുടെ ആരവങ്ങളും ആയിരങ്ങളുടെ പേരുവിളികളും നെഞ്ചോട് ചേർത്ത ദേവർ. ഇതാ പൂരപ്പെരുമകൾ മാടി വിളിച്ചപ്പോൾ ആനയടിയിൽ അവതരിക്കുന്നു മക്കളെ നരഹരിയുടെ ദേവർ. സാക്ഷാൽ തെക്കിന്റെ ദേവർ മാതംഗ ഗജരാജ പ്രജാപതി തൃക്കടവൂർ ശിവരാജ്. Yeah.
ആനയടി പൂരത്തിലേക്ക് ആരവത്തിന്റെ ഗജഭേരി നിറയ്ക്കുവാൻ ചുവട് വച്ചിതാ വരുന്നു മലയാള മണ്ണിന്റെ തന്റെ സാരഥി ആദിനാട് അച്ചുവിന്റെ കയ്യും പിടിച്ചിതാ കടന്നു വരുന്നു. പഠിച്ച പാഠങ്ങളുമായി കൂട്ടിലെ കൂട്ടുകാരനുമൊത്ത് കീഴൂട്ട് തറവാടിന്റെ പടിപ്പുറ കടന്നവൻ. കാലത്തിന്റെ ഇതിഹാസമാകുവാൻ കരുത്തുറ്റ സഖ്യജാലം മാത്രം മതിയെന്ന് തെളിയിച്ച സൗന്ദര്യത്തിന്റെ വിശ്വരൂപം ഇവൻ. വരുംകാല മലയാളത്തിന്റെ തികമാർന്ന മുതൽക്കൂട്ടായി നെഞ്ചുതിരിച്ചു നിൽക്കേണ്ടുന്ന മാതംഗ മാണിക്യം. മാറ്റങ്ങളുടെ പെരുമകൾ ഒന്നും അകമ്പടിയാക്കാതെ ഇന്നും കീഴൂട്ട് തറവാട്ടിൽ വാഴുന്നവൻ. പേരെടുത്ത താരവും പെരുമയുടെ രാജാവും താൻ തന്നെ എന്ന് തെളിയിച്ചവൻ. കൊട്ടാരക്കരയുടെ തമ്പുരാൻ കുട്ടി, രാഷ്ട്രീയ കേരളത്തിന്റെ ആരോമൽ തിരുമകൻ, വിശ്വവിരാജിത വീരഹസ്തി, മന്ത്രികുമാരൻ, കീഴൂട്ട് വിശ്വനാഥ. നാടും ജനതയും കാത്തിരിക്കുന്ന പൂരത്തിന്റെ താരപ്പൊലിമയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് വന്നിറങ്ങുന്ന മീനാടൻ. വന്ന വരവിലെല്ലാം വിസ്മയങ്ങളുടെ തീരാ പെരുമഴ സമ്മാനിച്ച മീനാട് വിനായക, നിരക്കം സ്വാഗതം, സുസ്വാഗതം.